നമസ്കാരം, ഞാൻ ഷാജാൻ മൂടത്ര. ഞങ്ങളെ ചില നാട്ടുവൈദ്യങ്ങളും വൈദ്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനൊരു ദിവസം അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്ത് മേപ്പാടിയിലെത്തിയപ്പോൾ എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു. നല്ല പനി എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കാൻ സമയം പോയില്ല. അങ്ങനെ സുരേഷ് മേപ്പാടിയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ പുള്ളിക്കാരനൊരു നല്ലൊരു ആവി ഉണ്ടാക്കിയിട്ടൊരു സാധനം കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ട് അത് മുക്കിയിട്ട് കുറച്ച് നേരം വെക്കാൻ പറഞ്ഞു. ആ സാധനമാണ് നിങ്ങൾക്ക് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും കാണുന്ന ഒരു സാധനം. അതുകൊണ്ടൊന്ന് ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ട്. എനിക്ക് പിറ്റേന്നായപ്പോഴത്തേക്ക് നല്ല ആശ്വാസം ഉണ്ടായി. ഹോസ്പിറ്റലൊന്നും പോകേണ്ട സ്ഥിതി വന്നില്ല. അപ്പോൾ ആ സാധനത്തിനെയാണ് ഇപ്പം ഞങ്ങളതൊന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചെറിയ നാട്ടറിവ്. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സാധനമാണ് ഈ നിൽക്കുന്നത്. മതി. സുരേഷ് എന്തോ ഈ മരത്തിൽ കയറാൻ വേണ്ടി നിൽക്കുവാന്നോ? ഇതാണ് നമ്മൾ ആവി പിടിക്കുന്ന സാധനം. ഇത് യൂക്കാലിയാണ്. ഇത് തൈലത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. വാസന സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ മിക്സിങ്ങിൽ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നത്. ഇത് വാറ്റിട്ട് ഒരുപാട് ആൾക്കാർ ഈ മറ്റേ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതിന്റെ ഗുണം നിങ്ങൾ എപ്പോഴും ആവി പിടിക്കണ മാതിരി പിടിക്കരുത്. ഇത് എന്ത് ചെയ്യണം അറിയാം? വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം പൊട്ടിച്ചിട്ട് ഇത് ഒരു പുതപ്പിട്ട് മൂടുക. എന്നിട്ട് ആ മൂടി ആവി തിളച്ച ആ വെള്ളത്തിന്റെ ആ മൂടി തുറക്കാണ്ട് അങ്ങനെ തന്നെ പുതപ്പിന്റെ ഉള്ളിൽ വെക്കണം. എന്നിട്ട് പുതപ്പിട്ട് മൂടുക. എന്നിട്ട് ഇത് പൊട്ടിച്ചിരുന്ന് മുക്കിയിട്ട് ആ മൂടി എടുത്തിട്ട് ഇത് മുക്കുക. എന്നിട്ട് കയ്യിലോ മേത്തോ ആകാണ്ട് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കുക അല്ലെങ്കിൽ മെല്ലെ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പൊ ആവി മേത്തേക്ക് അടിക്കും. അങ്ങനെ അടിക്കുന്ന ആവി മുഖത്തൊക്കെ നല്ല മഴവെള്ളം വരുന്ന മാതിരി വേർക്കും. അങ്ങനെ വേർത്താൽ നിങ്ങളെ പനി എത്ര വലിയ കാലപ്പഴക്കമുള്ള പനിയും മാറും.